ഞങ്ങളുടെ പല്ലശ്ശനക്കാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഇതിൽ ഒരു സിനിമകളല്ല, ഒരുപാട് സിനിമകളിൽ ഇതിലുള്ള പല കടകളും പലർക്കും ഇത് അറിയില്ല. ഇത് പല്ലശ്ശനയിലാണ്. നമ്മൾ ഈ പല്ലശ്ശനയിലുള്ള ഈ മുല്ലയ്ക്കല് ഒരുപാട് സിനിമകളിലുണ്ടെങ്കിലും ഇതൊന്നും പല്ലശ്ശനയിലാണെന്നോ ഇത് മുല്ലയ്ക്കലാണെന്നോ പലർക്കും അറിയാറില്ല. അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അതിനുശേഷമാണ് ശരിക്കും ഈ സ്ഥലത്തെ കുറിച്ച് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ ഒരുപാട് സിനിമകൾ പണ്ട് കാലത്തൊട്ടേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള വാമല, അതുപോലെ തന്നെ ഇവിടെ നന്ദലക്കുറിശി അമ്പലം, ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ഇവിടെ ഏറ്റവും പുതുതായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞൊരു സിനിമയില് പ്രധാന ലൊക്കേഷൻ ഇവിടെയാണ്. ആ കടയാണ് മറ്റേ ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള അവരുടെ സ്ഥാപനം. ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഓഫീസ് കാണുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ ഒരു താത്വികമായ അവലോകനം. ഡിറ്റക്റ്റീവ് ഉജ്ജലില് രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നുണ്ട്. ഒരാളെ മരത്തിൽ കെട്ടിത്തൂക്കുന്ന ഒരു സീന്, അത് ഈ മരത്തിലാണ്. ഈ മരത്തില് എല്ലാ പാടമുണ്ട്, അതുപോലെ പുഴയുണ്ട്, അമ്പലമുണ്ട്, ഒരു ബസ് സ്റ്റോപ്പ്, കുറെ ആൾക്കാർ പഴയ ഒരു കാലഘട്ടം ഉണ്ട്. നമ്മളൊരു അതിപ്പോഴും ഇവിടെ തന്നെ ഇവിടെ തന്നെ നോക്കിയ ഓടിട്ട വീട്, പഴയ മറ്റിട്ട മുകളിൽ റൂം, ഓടിട്ട വീട്. ആർസി വേണമെങ്കിൽ ആർസി ഉണ്ട്, അമ്പലമുണ്ട്, പുഴയുണ്ട്, കുളമുണ്ട്. പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി ശരിക്കും പറയാൻ നമ്മുടെ പല്ലശ്ശനയിൽ തന്നെ കൂടല്ലൂര്, തളൂര്, പല്ലാവൂര്, അതുപോലെ തന്നെ ഇവിടുന്ന് അതുവരിക്കുണ്ടല്ലോ ഈ കനാല് വരുമ്പോ മൊത്തത്തിൽ. അതായത് ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ പരമേശ്വരന്റെ കളവില്ലേ, അതിന് ഓപ്പോസിറ്റ്. ഏറ്റവും രസകരമായി പറഞ്ഞൊരു കാര്യം പറഞ്ഞ ഈ ആട് 2 സിനിമ, ആ സിനിമ കണ്ടാൽ തോന്നുന്നു മുഴുവൻ ഇടുക്കി ജില്ലയാണെന്ന് തോന്നുന്നു. പക്ഷെ ആട് 2-ന്റെ അവസാന ഭാഗങ്ങൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ പല്ലശ്ശന, നമ്മുടെ കല്ലമ്പറമ്പ് ആ റോഡില് ഏറ്റവും അവസാനം ആ ജീപ്പ് കൊണ്ടുപോകുന്നത് ബോംബിട്ട് പൊട്ടിക്കുന്നതൊക്കെ ആ കനാൽ റോഡാണ്. കാണുമ്പോൾ ഇടുക്കി ജില്ല പോലെ തോന്നുന്നു.